ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രം ഗുഡ് ഡിസൈൻ. അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ കുറച്ച് കളക്ഷൻസ് കാണിച്ചിട്ടല്ലേ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുമ്പോൾ നല്ല കുറച്ച് കളക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ വന്നിട്ടൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നത്, നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പീസുകൾ ഫുള്ള്. ഫസ്റ്റ് ലാവൻഡർ ഷെയ്ഡിൽ ഒരു മൾട്ടി, ഇതിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഓർഡർ വന്നിട്ടുള്ളത്. മൾട്ടി കളേർഡ് ആയിട്ടുള്ളൊരു ഇതേ കാറ്റഗറിയിൽ വരുന്നൊരു സാരിയാണ് റെഫറൻസ് ആയിട്ട് തന്നത്. എന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടൊരു ടോപ്പും അങ്ങനെ ആയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദുപ്പട്ടയ്ക്ക് 4 കളർ ആൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു യെല്ലോ കൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട്, അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് 3 കളറാക്കിയിട്ടാണ് ദുപ്പട്ട ഡൈ ചെയ്തിട്ടുള്ളത്. ടോപ്പ് വരുന്നത് ടിഷ്യൂ ഓർഗൻസയാണ്. ടിഷ്യൂ ഓർഗൻസയ്ക്ക് ഫുൾ ലാവൻഡർ ഷെയ്ഡ് കൊടുത്തിട്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ഡിസൈൻ നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ടോൺ ടു ടോണിൽ വരുന്ന ബീഡാണ് ചെയ്തിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ മിറേഴ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മിറേഴ്സ് ഓരോ മിററിനും ദുപ്പട്ടയ്ക്ക് അനുസരിച്ച് ഓരോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ ദുപ്പട്ടയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ആൾക്ക് യെല്ലോയ്ക്ക് കുറച്ച് ഇഷ്ടമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ചെറുതായിട്ടൊരു യെല്ലോ ആഡ് ചെയ്തു. അതുപോലെ ബോട്ടം വരുന്നത് ജാം കോട്ടൺ ആണ്. സെയിം ലാവൻഡർ ഷെയ്ഡിൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദുപ്പട്ട ഞാൻ പറഞ്ഞല്ലോ മൾട്ടി കളേർഡ് ആയിട്ട് ടോൺ ഷെയ്ഡിൽ ടോൺ ടു ടോണിൽ ചെയ്തിട്ടുള്ള ബീഡ്സ് വർക്കാണ് ഫ്രണ്ട് ഏരിയയിൽ വരുന്നത് കേട്ടോ. ദുപ്പട്ടയിലെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വരും വിത്ത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ടെസൽസും കൂടെ നല്ല ഹാങ്ങിങ്സും കൂടെ കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. ദുപ്പട്ട നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെസൽസ്, ഇങ്ങനെ ടെസലല്ല ഹാങ്ങിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കോർണേഴ്സിനായിട്ട്. അപ്പോൾ അതിലും യെല്ലോ ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്കിനോട് മാച്ചിങ് ആയിട്ട് ഇതാവാൻ വേണ്ടിയിട്ട്. മിററിൻ്റെ ഫ്രെയിം യെല്ലോ ഇൻക്ലൂഡഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നല്ല ഷെയ്ഡാണ്, ഒരു കാൻറ്റി കളേഴ്സിലൊക്കെ വരുന്ന ടൈപ്പാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മൾ ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്തിട്ടുള്ളത് ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ, ഏകദേശം ഈ ഒരു സെയിം. അപ്പോൾ അത് കണ്ടിട്ട് ഒരു കസ്റ്റമർ വന്നത്. അപ്പോൾ ആൾക്ക് എന്തോ കോളേജ് റീയൂണിയൻ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവരുടെയും കളറ് ഈ ഒരു ഷെയ്ഡാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലേക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ അത് ചെയ്തൊരു ബേബി പിങ്ക് ഒരു പാറ്റേൺ ആണ്. ഇത് കുറച്ചും കൂടെ ഡാർക്കറാണ് അതിനേക്കാളും. എന്നിട്ട് സെയിം വർക്ക് തന്നെ ബാക്ക് എ ലൈനായിട്ട് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീഡ്സും ഫോക്കസ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡാവാൻ കാരണം അതിൻ്റെ ബോട്ടം സർക്കിൾ പലാസോ ചെയ്തിട്ടുള്ള ഈ ഒരു ടോണിലേക്കാണ് സർക്കിൾ പലാസോ ചെയ്തിട്ടുള്ളത്. അല്ല സർക്കിൾ പലാസോ ഇതിലാണ്. അപ്പോൾ ഇത് ടോപ്പ് ഇങ്ങനെ ലോങ് ആയി കിടക്കുമ്പോൾ അതൊരു ലെയർ പ്ലീറ്റഡ് ആയ കാരണം അതൊരു ലെയർ സെപ്പറേറ്റ് ഫസ്റ്റ് ലെയർ ആയിട്ടും ഇതൊരു സെക്കൻഡ് ലെയർ ആയിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. ഇത് താഴേക്കും വരും, ഇത് മേലേക്ക് മറ്റതും വരും. പിന്നെ ടൈഡായി ചെയ്തിട്ടുള്ള ദുപ്പട്ടയും കൂടെ ഇതിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ വരും. പിന്നെ ടോപ്പ് സ്കേർട്ട് താഴേക്ക് ഒരു ലെയറായിട്ട് കിടക്കും ചെയ്യും. ടൈഡായി ചെയ്തിട്ടുള്ള ദുപ്പട്ട. ഓക്കെ, ഇതാണ് ഒരു സെറ്റ് വരുന്നത് കേട്ടോ. ഇനി ഒന്ന് ഒരു ബ്രൈഡിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ബ്രൈഡിൻ്റെ ഉമ്മയ്ക്കും സിസ്റ്ററിനും വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് അടുത്തത് കാണിക്കാനുള്ളത്. ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളർ. സാധാ ഇപ്പോൾ ബ്രൈഡ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ നോർമലി നമുക്ക് അങ്ങനത്തെ ഷെയ്ഡിലാണെങ്കിൽ പിന്നെ ഒരു പേസ്റ്റിൽ ആ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ ട്രെൻഡായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതൊരു ഈ ബേൺഡ് ഓറഞ്ച് കളർ ഒരു എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കളറായിട്ടുണ്ട്. വേറെ ഒന്നല്ല റീസൺ, എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മ അബായ ഒരാളാണ്. അപ്പോൾ ആൾക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയലിൽ ഒരു ഓവർകോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഓവർകോട്ട് പാറ്റേണിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു എ ലൈൻ ടോപ്പിനോട് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് മെറ്റീരിയൽ ഇങ്ങനെ കൊടുത്തിട്ട് അതിലേക്ക് ബീഡ്സ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സീക്വൻസും മെറ്റൽ സീക്വൻസും കട്ട് ബീഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡ് ഭയങ്കര രസമുണ്ട് കാണാൻ. കേട്ടോ, വീഡിയോയിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ കളറെന്ന് അറിയില്ല, പക്ഷെ ഡയറക്റ്റ് സൂപ്പർ ഒരു ഷെയ്ഡാണ്. വിത്ത് ഒരു സ്കാർഫാണ് ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വൺ സൈഡ് ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ. നമ്മൾ സ്കാർഫ് ഇടുന്നൊരു ഇതിനാകുമ്പോൾ വൺ സൈഡ് മതിയല്ലോ വർക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉമ്മാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു അബായയുടെ ഒക്കെ ഒരു സ്റ്റൈലിൽ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അബായ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ്. നെക്സ്റ്റ് ബ്രൈഡൽ ഗൗണാണ്. ആൾക്ക് ഇങ്ങനെ കുറച്ച് ഹെവിയാണ് കേട്ടോ ബ്രൈഡൽ ഗൗണ്. ഉള്ളിലൊരു ബനാറസി പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയൽ, ബനാറസി മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ അതും ഇതേപോലെ ഡൈ ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ യോക്ക് പോർഷൻ ഫുള്ള് വർക്കാണ്, ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് ഏരിയ ഇങ്ങനെ ഫുൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഷുഗർ ബീഡും സീക്വൻസും എല്ലാതും മിക്സ്ഡ് ആയിട്ടാണ്. ഫസ്റ്റ് ലെയറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കുറച്ച് തിക്ക് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഉള്ളിലൊരു ബനാറസി മെറ്റീരിയലും ഈ ഒരു ഏരിയ സ്ലിറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്ത് ബീഡ്സും സീക്വൻസും ഒക്കെ വെച്ചിട്ടൊരു വർക്കും കുറച്ച് ഹെവി ഒരു ലൈൻ പാറ്റേൺ കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഇത് ഫ്രണ്ടിൽ നല്ല വെയിറ്റ് ഉണ്ട്, പോകുന്നില്ല. പിന്നെ ദുപ്പട്ട നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെ കൂടെ. ദുപ്പട്ടയ്ക്ക് വൺ സൈഡ് നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി മൂന്നെണ്ണം
വൺ സൈഡാണ് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വർക്കാണ്. പിന്നെ കളറും ഇതിങ്ങനെ ആയ കാരണം നല്ല രസമായിട്ടുണ്ട്. ഇതിൽ ഏത് കളേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്യാം. നല്ല സൂപ്പർ ഒരു ഡ്രസ്സാണ്. റേഞ്ച് പല റേഞ്ചസ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇത് വരുന്നത് 30 ആ ഒരു റേഞ്ചിൽ വരുന്ന സെറ്റാണ്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. 35 നമുക്ക് 30 സ്റ്റാർട്ടിങ് ആണ്. നമുക്ക് 25 മുതലും ചെയ്യാം. പക്ഷെ വർക്കിലൊക്കെ ഡിഫറൻസ് വരും കേട്ടോ. ഇതാണ് ഒരു സെറ്റ് വരുന്നത്. നല്ല കേട്ടോ, നല്ല ഹെവിയുടെ കൈ പോകുന്നത്, നല്ല വെയിറ്റ് ഉണ്ട്. ആളെങ്ങനെയാണ് അവന്നിട്ട് നടക്കുക. അപ്പോൾ ഇത്രയും നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ടുള്ള എന്താ പറയുക ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. കളറും കിട്ടിയില്ലേ ഫുള്ളായിട്ട്. കളറും നല്ല സൂപ്പർ കളറാണ് കേട്ടോ. ഇതങ്ങനെ ഹെവി ദുപ്പട്ട വിത്ത് ഹെവി ഗൗൺ. നല്ല ഹെവിയാണ്, കൈക്കൊരു രക്ഷയില്ലേ. പിന്നെ ഇത് ബ്രൈഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫേസ് ഇങ്ങനെ കവർ ചെയ്ത് ഇക്കാപ്പ് എന്ന് തോന്നുന്നവർ പറയാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഈ ഒരു ബ്രൈഡൽ സെറ്റിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വിത്ത് ഒരു പ്ലെയിൻ സ്കാർഫുമാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുറ്റി കുത്താനായിട്ടൊരു സ്കാർഫ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കാണിച്ചു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇതിലേക്ക് മാച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. ഫുൾ കവർ ചെയ്തിട്ട് നമ്മൾ ഫേസ് കവർ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യാം. അടുത്തത് വരുന്നത് പറഞ്ഞ ബ്രൈഡിന്റെ സിസ്റ്റർക്ക് ഉള്ളതാണ്. ഫുൾ ബുട്ടാസ് വരുന്ന ടിഷ്യൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്കും സെയിം ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്ക് ആൻഡ് ഫ്രണ്ട് പാനൽ ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട് പോർഷൻ കണ്ടില്ല, ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആക്കിയിട്ട് നല്ല ബീഡ്സും സീക്വൻസും ഒക്കെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സർക്കിൾ പലാസോ ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്നത്. സർക്കിൾ പലാസോ ഒരു ടിഷ്യൂ മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടിഷ്യൂവിൽ സെയിം ഷെയ്ഡ് കൊടുത്തിട്ടുള്ള സർക്കിൾ പലാസോ. അങ്ങനെയാണ് ദുപ്പട്ട. ഇതിൻ്റെ ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ എടുക്കുന്ന സമയത്ത് കിട്ടിയില്ല. സെയിം ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയലിൽ വൺ സൈഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ട കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പീസസ് ആണുള്ളത്. അത്യാവശ്യം പീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. കുറേ ദിവസമായി ഇതോടെ ഇരിക്കുന്നത്, വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് വരാം. അതായിരിക്കും ബൈ.